മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ നവീകരണ പ്രവൃത്തി പുനരാരംഭിച്ചു. ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിന്റെ നവീകരണ പ്രവൃത്തിയാണ് വീണ്ടും ആരംഭിച്ചത്. ക്ഷേത്രം ചുറ്റമ്പലത്തിന്റെ ജീർണാവസ്ഥയിലായ ചുമരുകൾ ബലപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ക്ഷേത്രം ചുമരുകൾ നവീകരിക്കുന്നത് പൗരാണികത നഷ്ടപ്പെടുമെന്ന പ്രദേശവാസികളുടെ പരാതിയെ തുടർന്നായിരുന്നു പ്രവൃത്തി താൽക്കാലികമായി തടസ്സപ്പെട്ടത്. വാസ്തുആചാര്യൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരമാണ് ചില ആയുർവേദ കൂട്ടുകൾ ഉപയോഗിച്ച് ക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ പുറം ചുമർ ബലപ്പെടുത്തുന്നതെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ എം മനോഹരൻ പറഞ്ഞു. നവീകരണത്തിന്റെ ഭാഗമായിട്ട് ക്ഷേത്ര വാസ്തുആചാര്യനും തന്ത്രിയും തന്ന നിർദ്ദേശപ്രകാരമാണ് ക്ഷേത്രത്തിന്റെ വിഗ്രഹം മുതൽ ശ്രീകോവില്, ചുറ്റമ്പലം, ഓട്, മറ്റ് കേടുപാടുകൾ സംഭവിച്ച എല്ലാ സാധനങ്ങളും നവീകരിച്ച് ബലപ്പെടുത്തിക്കൊണ്ടുള്ള വർക്കാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നവീകരണത്തിൻ്റെ സമയത്ത് കൊട്ടിയൂർ ഉത്സവം തുടങ്ങിയ സമയത്തായതുകൊണ്ട് പുറം ചുമരിൻ്റെ പണി അന്ന് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതും ആയുർവേദ കൂട്ടുപ്രകാരം കടുശർക്കരയും തേറ്റാമ്പരലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള കൂട്ടുപ്രകാരം ബലപ്പെടുത്തുന്ന പണിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ യാതൊരു ചുമർ ചിത്രങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത ചുമരുകളാണ്. അപ്പോൾ ആ ചുമരുകളൊക്കെ ജീർണിച്ച് കല്ല് പൊടിഞ്ഞു പോകുന്ന അവസ്ഥ വന്നപ്പോഴാണ് ഈ കണ്ടീഷനിൽ ചെയ്യാനുള്ള നിർദ്ദേശം കിട്ടിയത്. ആ വാസ്തുആചാര്യൻ്റെയും തന്ത്രിയുടെയും നിർദ്ദേശം കിട്ടിയത് പ്രകാരമാണ് ഞങ്ങൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഏരിയ കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യുകയും ഏരിയ കമ്മിറ്റി ബോർഡിലേക്ക് ശുപാർശ ചെയ്യുകയും ചെയ്ത് ബോർഡിൻ്റെ ഉത്തരവോട് കൂടിയാണ് 2023 ഇതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഈ പണി കൊട്ടേഷൻ കൊടുത്തത്. ക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ പുറം ചുമരും വിളക്കത്തറയും കാലപ്പഴക്കത്താൽ പൊടിഞ്ഞുപോകുന്ന അവസ്ഥയിലാണുള്ളത്. ഇവ പഴയകാലത്തെ അതേ തനിമയോടെ നിലനിർത്തണമെങ്കിൽ ഈ രീതിയല്ലാതെ മറ്റ് പോംവഴികളില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തന്ത്രിയുടെയും വാസ്തു ആചാര്യന്റെയും നിർദ്ദേശപ്രകാരമാണ് വിഗ്രഹം മുതൽ ശ്രീകോവിൽ, ചുറ്റമ്പലം തുടങ്ങി കേടുപാടുകൾ സംഭവിച്ച ഭാഗങ്ങളെല്ലാം നവീകരണ പ്രവൃത്തി നടത്തുന്നതെന്നും എന്നാൽ കൊട്ടിയൂർ ഉത്സവമായതിനാൽ പുറം ചുമരിന്റെ പ്രവൃത്തി നീണ്ടുപോവുകയായിരുന്നുവെന്നും ഈ പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഈ ക്ഷേത്രത്തിൽ യാതൊരു ചുമർ ചിത്രങ്ങളുമില്ലാത്ത ചുമരുകളാണുള്ളതെന്നും അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ പൗരാണികത നഷ്ടപ്പെടുമെന്ന വാദത്തിന് അടിസ്ഥാനമില്ലെന്നും ക്ഷേത്രം ചെയർമാൻ AK മനോഹരൻ പറഞ്ഞു. നമ്മുടെ ഈ നവീകരണ കലശത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രീകോവില്, അതുപോലെ ചുറ്റമ്പലം, അതുപോലെയുള്ള മരാമത്ത് വർക്കുകളും മറ്റ് കേടുപാടുകൾ തീർത്തുകൊണ്ടുള്ള ഇതും തന്ത്രി വാസ്തുആചാര്യൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരി അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ പുറം ചുമര് ഇപ്പം കാലപ്പഴക്കത്താൽ ഈ കല്ല് കംപ്ലീറ്റ് പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉള്ളത്. ഇപ്പം നോക്കിയാൽ തന്നെ കാണും വിളക്കാത്തറ, നമ്മളെ മുൻഭാഗത്തുള്ള 4 ഭാഗത്തുള്ള വിളക്കാത്തറ കംപ്ലീറ്റ് പൊടിഞ്ഞു പോകും. ഇപ്പോൾ നമ്മളിത് ആയുർവേദ കൂട്ടുകൾ ഉപയോഗിച്ച് ക്ഷേത്രാചാര വിധിപ്രകാരം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ചോയ്സ് നമുക്കിത് സിമെൻ്റ് ഇട്ടിട്ട് തേച്ച് സംരക്ഷിക്കലാണ്. അപ്പോൾ അത് പറ്റൂല. നമുക്ക് ക്ഷേത്ര തനിമയും പാരമ്പര്യമായിട്ടുള്ള തനിമയും കല്ലുകളും നിലനിർത്തിക്കൊണ്ട് ആ കല്ലിനെ ബലപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ആക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മലബാർ ദേവസ്വം ബോർഡിന് ഒരു അപേക്ഷ കൊടുക്കുകയും കൊട്ടേഷൻ വിളിച്ച് കൊട്ടേഷൻ അംഗീകരിച്ചു. ആ കൊട്ടേഷൻ കിട്ടിയ ആ വ്യക്തിൻ്റെ ഇട്ട പണികൾ നമ്മൾ ഇവിടെ കണ്ണൂർ പാപ്പനശ്ശേരി വടേശ്വരൻ ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് ആ വർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ക്ഷേത്രം ട്രസ്റ്റിമാരും ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടി പോയി നോക്കി ആ പണി നമുക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾക്ക് വർക്ക് ഓർഡർ അയക്ക് കൊടുത്തത്. ക്ഷേത്രത്തനിമ ഒരു തരത്തിലും നഷ്ടപ്പെടാതെയുള്ള പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നതെന്നും ഇതിനകം തന്നെ നിരവധി ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ ജീർണാവസ്ഥയിലായ ചുമരുകൾ ആയുർവേദ കൂട്ടുകൾ കൊണ്ട് ബലപ്പെടുത്തിയിട്ടുണ്ടെന്നും കോൺട്രാക്ടർ സജീഷ് കീച്ചേരിയും പറഞ്ഞു. ഈ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പഴയ തനിമയൊന്നും നഷ്ടപ്പെടാനില്ല. എല്ലാ പഴയ കല്ലെല്ലാം പൊടിഞ്ഞു പോകാറായിരിക്കുകയാണ്. അപ്പോൾ പൊടിയുന്ന കല്ലിനെ ഒന്ന് ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതിൽ ആയുർവേദ കൂട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്കത് കൂടുതൽ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നല്ല വിലയുള്ള ഒരു ക്ലിയറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയോ കാലത്തേക്ക് നിലനിൽക്കുന്നത് നമ്മുടെ വിശ്വാസം. നമ്മൾ മുന്നേ ചെയ്ത ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ പാപ്പനശ്ശേരി ക്ഷേത്രത്തിലും പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശാലാകൂടവും എൻ്റെ താഴത്തുതെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു വടേശ്വര അമ്പലത്തിലും ഇതേ കൂട്ട് ഉപയോഗിച്ചിട്ടാണ് അഷ്ടകാലം നിർമ്മിച്ചിട്ടുള്ളത്. അതും ഇന്നൊരു കുറവ് വന്നിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ കാസർഗോഡ് ഏരിയയിലും നെല്ലിക്കുന്നമ്പലം അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഞങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.